കൊല്ലത്ത് നിയമം ലംഘിച്ച് ഫാമിലെ മലിനജലം കിണറുകളിലേക്ക് ഒഴുക്കിയ ദേവ് സ്നാക്സിന്റെ ഉടമ മുൻ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. ജോലിയിൽ നിന്ന് വിവിധ കാരണങ്ങളാൽ പുറത്താക്കിയ 17 പേരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ജോലിക്ക് കയറുമ്പോൾ നൽകിയ ബ്ലാങ്ക് ചെക്കിൽ വലിയ തുക എഴുതി ബാങ്കിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞാണ് ഭീഷണി. ഉടമ റോണക്കിനെതിരെ ഇവർ പോലീസിൽ പരാതി നൽകി. ജനുവരി 29-ാം തീയതിയാണ് എന്നെ ടെർമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ കാണാഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നിങ്ങളെ റിമൂവ് ചെയ്തത്. അപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു, 1,30,000 രൂപയുടെ ഒരു ചെക്ക് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തത് ഇവാഞ്ചലിൻ ഡേവിന് കൊടുത്തത് ബൗൺസ് ആയെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. സത്യത്തിൽ ഞാൻ ഇവാഞ്ചലിൻ ഡേവിന് ചെക്ക് കൊടുത്തിട്ടില്ല. ഈ സാലം കൺസൾട്ടൻസി എൻ്റെ ഇന്ന് ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ ജോയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ചെക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. പാൻ കാർഡും ആധാറും ഒക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ 3 ബ്ലാങ്ക് ചെക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൺസൾട്ടൻസിക്കാണ് ഈ ചെക്ക് ഞങ്ങൾ കൊടുത്തത്. ഇവർ ഈ കൺസൾട്ടൻസിയിൽ നിന്ന് ചെക്ക് വാങ്ങിച്ചാണ് ഇത് ഞങ്ങൾ അറിയാതെ ഞങ്ങളോടൊന്ന് പറയാതെ പോലും 1,30,000 രൂപ കണക്കാക്കി ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്ത് ബൗൺസ് ആയിട്ട് അവർ കേസെടുത്തു. ദിലീപ് ദേവസ്യ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. ഭീഷണിയുണ്ട്, അതുപോലെ തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയവർ പല കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്നുള്ള ഒരു അങ്കലാപ്പിലാണോ ഈ ഭീഷണിയിലേക്കൊക്കെ ദേവ് സ്നാക്സിന്റെ ഉടമ പോകുന്നത്? സുജിയ, 17 പേരാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ നിൽക്കുന്നത്. നേരത്തെ ഇവർ ഒരു കൺസൾട്ടൻസി വഴി ദേവ് സ്നാക്സിൽ ജോലിക്ക് കയറുകയും ആ സമയത്ത് ജോലിയുടെ പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടാണ് 3 ബ്ലാങ്ക് ചെക്കുകൾ ഇവർക്ക് നൽകുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ പല കടകളിലേക്കും ഈ സ്റ്റോക്കുകൾ എത്തിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ പല കടകളിലേക്ക് എത്തിക്കുകയും അതിൻ്റെ അവിടെ നിന്ന് പണം കൃത്യമായിട്ട് അവർക്ക് നൽകിയതിൻ്റെ കോപ്പികളാണ്, വിവരങ്ങളാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. എന്നിട്ട് പോലും ഇവരെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജോലി പെർഫോമൻസ് മോശമാണെന്ന് പറഞ്ഞ് ഇവരെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ജോലിയിൽ നിന്ന് പറഞ്ഞയച്ച ശേഷം ഇവർ നൽകിയ 3 ബ്ലാങ്ക് ചെക്കുകൾ തിരിച്ചു നൽകാൻ കൂട്ടാക്കിയില്ല. ഈ സമയത്താണ് ഈ ഓരോ ചെക്കിലും ഓരോ തുക നൽകി ബാങ്കിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ ഒരാൾക്ക് 1,30,000 രൂപ ബാങ്കിൽ നൽകിക്കൊണ്ട് അയാൾക്കെതിരെ ഇപ്പോൾ കേസെടുക്കുന്ന നിലപാടുണ്ടായി. അങ്ങനെ മറ്റ് 17 പേരും സമാനമായി ഇത്തരത്തിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇവരാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിക്ക് മുൻപിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി തനിക്ക് തങ്ങൾക്കുണ്ട് എന്ന് പറയുകയും ഇവർ കൊല്ലം ഈസ്റ്റ് പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. കൊല്ലം ACPക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകി. ഇന്നിപ്പോൾ നമ്മോട് സംസാരിച്ചത് പത്തനംതിട്ട സ്വദേശിയാണ്. അദ്ദേഹം പത്തനംതിട്ട കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദേവ് സ്നാക്സിൻ്റെ ഓണറുമായി സംസാരിച്ചപ്പോൾ അയാൾ പറയുന്നത് ഇവർ ജോലിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പെൻഡിങ്ങിൽ കുറച്ച് പണം വെച്ചിരുന്നു. ആ പണം ഇവർ കൈവശം വെക്കുകയും അത് ബേക്കറിയിൽ അടച്ചില്ല, ആ തുക ആണ് ഇവരിൽ നിന്ന് ഈടാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പണം കടയിൽ നിന്ന് കളക്ട് ചെയ്ത പണം ദേവ് സ്നാക്സിൽ എത്തിയിട്ടില്ല. പോലീസിൽ ഇപ്പോൾ അവർ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ. പോലീസിന്റെ ആ പരാതിയിൽ മുന്നോട്ട് നീങ്ങുന്നുണ്ടോ അതോ ഉടമയ്ക്ക് അനുകൂലമായി നിൽക്കുകയാണോ എന്നതാണ് അറിയേണ്ടത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട 17 പേരെയാണ് ബ്ലാങ്ക് ചെക്ക് ജോലിക്ക് കയറിയപ്പോൾ കൊടുത്തതിന്റെ പേരിൽ ഇപ്പോൾ ഉടമ ഭീഷണിപ്പെടുത്തുന്നത്. ദേവ് സ്നാക്സ് ഉടമയ്ക്കെതിരെയാണ് പരാതി.